ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എ കെ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. പണ്ട് കാലത്ത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടായി കഴിഞ്ഞാൽ അപ്പൂപ്പനും അമ്മൂമ്മയും പോലുള്ള മുതിർന്ന ആൾക്കാർ പറയുമായിരുന്നു, ഇതിൻ്റെ ഇലയെടുത്ത് ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും എന്ന് പറയുമായിരുന്നു. വംശനാശം നേരിടുന്ന ഒരു ചെടിയാണ് ഇത്. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് അറിയാമോ എന്ന് വളരെ സംശയമുള്ള ഒരു കാര്യമാണ്. അമേരിക്കയിൽ നിന്നും ഇവിടെ എത്തിയ ഒരു കുറ്റിച്ചെടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയപ്പെടുന്നത്. പല സ്ഥലത്ത് പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മുറിപ്പച്ച, അയിമപ്പച്ച, പൂച്ചെടി, കമ്മ്യൂണിസ്റ്റ് പച്ച എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് പണ്ട് കാലത്ത് മുറിവുണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് ഉപയോഗിച്ചിരുന്നത്. സൂര്യകാന്തി കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. സംസ്കൃതത്തിൽ ഇതിൻ്റെ പേര് തീവ്രഗന്ധ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറയപ്പെടുന്നു. അൾസറിന് ഇത് വളരെ ഗുണകരമാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളെ വയറിൽ അസിഡിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാറും എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ സെർവിക്കൽ ക്യാൻസറിന് സഹായകരമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഒരു കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല എടുത്ത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ 3 ദിവസം ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഇല നമ്മളതിൻ്റെ ചാറോടുകൂടി, അപ്പോൾ ഈ വെള്ളത്തിൽ നല്ലപോലെ ലയിച്ചിരിക്കും. ഇതിനെ പിഴിഞ്ഞെടുത്ത് ഇല കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളത്തിൽ ഇരട്ടി വെള്ളം മിക്സ് ചെയ്ത് അത് നമുക്ക് ചെടികൾക്കും മറ്റ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി കൃഷിക്ക് അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. മിച്ചം വരുന്ന വെള്ളം നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മുരടിപ്പ് ഉണ്ടാവത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. പണ്ടുകാലത്തൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ഇത് സുലഭമായിട്ട് കണ്ടുവരാറുള്ള ഒരു ചെടിയാണ്. അന്നത്തെ ആൾക്കാർ ഇതിനെ ഇതേപോലെ മുറിവുണ്ടായി കഴിഞ്ഞാൽ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ചുറ്റുപാടിൽ ഇത് വംശനാശം നേരിടുന്ന ഒരു ചെടി തന്നെയാണ് തീർച്ചയായിട്ടും. പല സ്ഥലങ്ങളിലും നമുക്ക് ഇത് കാണാനായിട്ടേ ഇല്ല. അപൂർവം നമ്മൾ നാട്ടിൻപുറങ്ങളിലെ ഉള്ളിലോട്ട് പോകുമ്പം പല സ്ഥലങ്ങളിലും കാണുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും കാണാറില്ല. പിന്നെ വനമേഖലയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണാറുണ്ട്. ആമസോണിൽ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച വിൽക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.